സച്ചി അർച്ചനയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ എങ്ങനെയും അച്ഛനെയും വീട്ടുകാരെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം, എല്ലാവരുടെയും സമ്മതത്തോടു കൂടി തന്നെ നമുക്ക് ഈ വിവാഹം നടത്താം എന്നൊക്കെ പറഞ്ഞ് സമാധാനപരമായിട്ട് ഏട്ടത്തി വിഷമിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അർച്ചനയോട് സച്ചിയും സംസാരിക്കുകയാണ്. തുടർന്ന് അർച്ചനയാണെങ്കിൽ ഡോക്ടർ സന്ധ്യയും അബ്ദുൽ ഖാദറിനെയും കാണുകയാണ്, ഒരു സ്ഥലത്ത് വെച്ച് കാണുകയാണ്. തുടർന്ന് സന്ധ്യ പറയുന്നുണ്ട്, എല്ലാ സത്യങ്ങളും നമുക്ക് സേതുങ്കളിനോട് തുറന്നു പറയാം, അവന്തിയെ ആ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്നത് എത്ര പേര് വിശ്വസിക്കാനാണ്? നമ്മുടെ കയ്യിൽ തെളിവൊന്നുമില്ലല്ലോ. പിന്നെ ഞാൻ അവർക്കെതിരെ ഇറങ്ങാത്തത് വേറൊരു സംശയം കൂടി എനിക്കുണ്ട്, നെല്ലിശ്ശേരിയിലെ നന്ദൻ ജീവിച്ചിരിപ്പുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുമ്പോൾ അബ്ദുൽ ഖാദറും പറയുന്നുണ്ട്, അത് എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ട്, അത് എല്ലാവരുടെയും തോന്നലല്ലേ എന്ന്. അന്നേരം അതല്ല, അവന്തികയുടെ കൂടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞ് ആ ഒരു സംശയം ഉണ്ടാകാനുണ്ടായ സാഹചര്യം, അവന്തിയെ ഫോൺ സംഭാഷണം കേട്ടത് നിങ്ങളുടെ അനിയനും അവന്തി അല്ല അർച്ചനയും കൂടി വേർപിരിയാൻ പോവുകയാണ്, ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമായില്ലേ, നമുക്കിന്ന് തന്നെ നേരിട്ട് കാണാം എന്നൊക്കെ പറഞ്ഞ് ഒരിക്കൽ അവന്തിക ഫോൺ ചെയ്യുന്നത് അർച്ചന കേട്ടതും അവന്തികയുടെ പിന്നാലെ പോയതും പിന്നീട് ആ കാറ് മിസ്സായി പോയതുമൊക്കെ പറയുകയാണ്. അന്നേരം ഇങ്ങനെ ഒരു സംശയം അർച്ചനയ്ക്കുണ്ടെന്ന് അവന്തിക അറിയാൻ പാടില്ല, എങ്കിലും നന്ദൻ്റെ ജീവൻ കൂടുതൽ അപകടത്തിലാക്കും, നമ്മുടെ നീക്കങ്ങൾ അതീവ രഹസ്യമായിരിക്കണം എന്നൊക്കെ അബ്ദുൽ ഖാദർ പറയുകയാണ്. അന്നേരം അതല്ല ഇപ്പോഴത്തെ പ്രശ്നം, ഇപ്പോൾ ഈ പ്രശ്നം ആതിരയുടെയും സന്ദീപിൻ്റെയും പ്രശ്നമാണ് പരിഹരിക്കേണ്ടതെന്നൊക്കെ പറയുമ്പോൾ ഏട്ടത്തെ വിഷമിപ്പിക്കാൻ പറ്റില്ല എന്ന് സച്ചി അങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞെങ്കിൽ അത്രത്തോളം സ്വാധീനം അവന്തിക സച്ചിയുടെ മനസ്സിൽ ചെലുത്തിയിട്ടുണ്ടാകും. അപ്പോൾ എന്ത് നടന്നാലും സാരമില്ല എന്നിങ്ങനെ അർച്ചനയെ പോലെ സച്ചിയും പറയുന്നൊരു ദിവസമുണ്ടെങ്കിലേ പറ്റുകയുള്ളൂ. എങ്ങനെയും സച്ചിയെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നോക്ക്, ചെവി അറിയാതെ ഈ വിവാഹം നടത്തുന്ന കാര്യം ഞങ്ങൾ ഏറ്റവുന്നിങ്ങനെ ഡോക്ടർ രണ്ടുപേരും അർച്ചനയ്ക്ക് വാക്ക് കൊടുക്കുകയാണ്. അത് കേൾക്കുമ്പോൾ അർച്ചനയ്ക്ക് സന്തോഷമാകുന്നുണ്ട്. ഇതേസമയം വൃന്ദാവനത്തിൽ ആതിരയുടെ റൂമിലേക്ക് അനൂപ് വരികയാണ്. വന്ന് ആതിരയെ എണീക്കുമ്പോൾ കട്ടിലേക്ക് ഇരിക്കുകയാണ്. തുടർന്ന് ആതിര ഇരിക്കുന്നുണ്ട്. നാളെ അവരോട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആതിര വീണ്ടും അങ്ങ് ഷോക്കായിട്ട് നിൽക്കുകയാണ്. അന്നേരം എനിക്ക് കുറച്ചുകൂടി സമയം തന്നൂടെ എന്നൊക്കെ ആതിര ചോദിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് അനൂപ് തയ്യാറാകുന്നില്ല. അന്നേരം ഒരു സഹോദരൻ്റെ കടമയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ കടമ മാത്രമല്ലല്ലോ, ഒരു ബാധ്യത തീർക്കൽ കൂടിയല്ലേ. ഒരാളെ സ്നേഹിച്ചിട്ട് അത് പിരിഞ്ഞു നിൽക്കുമ്പോൾ എന്നെ മറ്റൊരാളുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയല്ലേ, ബാധ്യത നോക്കുകയല്ലേ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്നുമല്ല, നീ എന്നെ അങ്ങനെയൊന്നും കാണണ്ട, നിൻ്റെ സങ്കടം കാണാൻ വയ്യാഞ്ഞിട്ടാണ്, നിൻ്റെ കണ്ണുനീര് കാണാൻ വയ്യാഞ്ഞിട്ടാണ്, നീ ഒരാളെ സ്നേഹിച്ചതൊന്നും തെറ്റാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ സന്ദീപിൻ്റെ മൗനം, അവൻ വന്ന് മറ്റാരുടെയും സമ്മതം വാങ്ങിയില്ലെങ്കിലും അവൻ എന്നോട് വന്ന് പറയേണ്ട രീതിക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നടത്തി തന്നേനെ നിങ്ങളുടെ വിവാഹം എന്ന് പറയുമ്പോൾ ആതിര അത് കേൾക്കുമ്പോൾ ഒരു നിമിഷം ചിന്തിച്ച് നിൽക്കുകയാണ്. അനൂപ് സമ്മതിച്ചേനെ എന്നുള്ള രീതിയിൽ. എന്തായാലും നിന്നെ അവൻ ചിലപ്പോൾ കൂടെ കൂട്ടിയിട്ടും പാതി വഴിക്ക് ഉപേക്ഷിച്ചാലോ, നീ നന്നായിട്ട് ജീവിക്കുക തന്നെ കാണണം. അത് എൻ്റെ ഒരു വാശിയാണ്, വേറെ ആരോടുമുള്ള വാശിയല്ല, എന്നോട് തന്നെയുള്ള വാശിയാണ്. നാളെ എന്തായാലും ഞാൻ അവരോട് വരാൻ പറഞ്ഞിട്ടുണ്ട്, അവർ വരിക തന്നെ ചെയ്യും. പെണ്ണ് കാണൽ നടക്കും, വിവാഹത്തിലേക്ക് എത്താനായിട്ട് കുറച്ച് ദൂരം എടുക്കും എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഈ കല്യാണം നടത്താനായിട്ടൊരു സാമ്പത്തിക സ്ഥിതിയൊന്നും അല്ലല്ലോ എന്നൊക്കെ ആതിര ചോദിക്കുന്നുണ്ട്. എത്ര ബാധ്യത ഉണ്ടായാലും ഈ വിവാഹം ഞാൻ നടത്തുക തന്നെ ചെയ്യും. നീ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നന്നായിട്ട് ജീവിക്കുന്നത്, മറ്റുള്ളവരുടെ മുമ്പിൽ നന്നായിട്ട് ജീവിക്കുന്നത് എനിക്ക് കാണിച്ചു കൊടുക്കുക തന്നെ വേണം, അത് എൻ്റെ ഒരു വാശിയാണെന്ന് പറഞ്ഞിട്ട് നീ തയ്യാറായി നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ഇതിൽ നമ്മൾ തമ്മിൽ ഇനിയൊരു സംസാരം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അനൂപ് അങ്ങ് റൂം വിട്ട് പോവുകയാണ്. ഇതേസമയം അവരെ കാണാനായിട്ട് പോയ അർച്ചന തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഹാളിൽ ഇങ്ങനെ ഫോൺ നോക്കി അവന്തിക ഇരിക്കുന്നുണ്ട്. അവന്തിക ഒന്ന് നോക്കിയിട്ട് അർച്ചന മൈൻഡ് ചെയ്യാതെ മുകളിലേക്ക് കയറി പോകാൻ തുടങ്ങുമ്പോൾ നിൽക്കടിയെന്നും പറഞ്ഞ് അവന്തിക പിടിച്ചു നിർത്തുകയാണ്. അന്നേരം എവിടെ പോയതാണെന്ന് ചോദിക്കുമ്പോൾ പുറത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു എന്നും പറഞ്ഞ് ഇഷ്ടമില്ലാത്ത രീതിയിൽ അർച്ചന നിൽക്കുകയാണ്. അന്നേരം പുതിയ കൂട്ടുകാരെയൊക്കെ കണ്ട് ഭാരമൊക്കെ ഇറക്കി വെച്ചിട്ട് വരികയായിരിക്കും എന്ന് പറയുമ്പോൾ ഇങ്ങനെ അർച്ചന നോക്കുകയാണ്. അന്നേരം ഇതൊക്കെ ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നല്ലേ, എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട്, നീ എവിടെ പോകുന്നു, ആരെ കാണുന്നു, നിൻ്റെ അനിയത്തിക്ക് പോകുന്ന വിവാഹാലോചന വരെ എന്ന് പറയുമ്പോൾ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ എല്ലാം നേടിയെടുക്കാനായിട്ട് സാധിക്കും, കുറച്ച് ആൾക്കാരെ വെച്ചാലായിട്ട് അവർ പോയി കണ്ടുപിടിച്ച് പറഞ്ഞോളൂ എന്ന് പറയുകയാണ്. എനിക്ക് എൻ്റെ ആവശ്യമില്ല, ആളുകളെ വിടാതെ തന്നെ നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാമെന്ന് ഞാൻ അർച്ചന പരിഹസിക്കുകയാണ്. എല്ലാവർക്കും നിന്നെ പോലെ ആകാനായിട്ട് സാധിക്കില്ലല്ലോ, എന്തായാലും നിൻ്റെ കാര്യം ഒരു കഷ്ടം തന്നെ. ഇപ്പോൾ ആതിരയുമായിട്ടുള്ള സന്ദീപിൻ്റെ കല്യാണം നടത്താൻ വേണ്ടി നീ ഈ കല്യാണം മുടക്കി, ഇപ്പോൾ അതോ ആതിരയ്ക്ക് വീണ്ടും ഒരു കല്യാണം, ഇനി അതും മുടക്കണം, സ്ഥിരം ഒരു വിവാഹം മുടക്കി ആകുമല്ലോ. നീ എന്തൊക്കെ പറഞ്ഞാലും നിൻ്റെ ദുരന്തപൂർണ്ണമായ വിവാഹം മുടക്കാനായിട്ട് നിനക്ക് സാധിച്ചില്ലല്ലോ, കഷ്ടം തന്നെ എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ അങ്ങ് പരിഹസിക്കുകയാണ്. നേരെ അർച്ചനയ്ക്കാണെങ്കിൽ എരിയേറുകയാണ്. അങ്ങനെ അർച്ചന പറയുന്നുണ്ട്, ഒന്നും നടക്കാൻ പോണില്ല, ഈ പെണ്ണ് കാണൽ വെറുതെ, പെണ്ണ് കാണൽ വരെ അത് നീണ്ടു പോവുകയുള്ളൂ, പിന്നീട് ഒന്നും നടക്കില്ല, എന്താണ് നടക്കേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ച് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്, ആതിരെ സന്ദീപ് തന്നെ വിവാഹം കഴിക്കും, നിങ്ങളെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ വിളിക്കുകയാണ് അവന്തിക. അന്നേരം എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. അവന്തികയോട് അർച്ചന കളിക്കാൻ നിൽക്കല്ലേ എന്നല്ലേ,
പക്ഷേ കളിക്കും. അവന്തികയോട് അർച്ചന കളിക്കുക തന്നെ ചെയ്യും, കളി ജയിക്കുകയും ചെയ്യും. തടയാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് തടഞ്ഞു നോക്കുമെന്ന് പറയുകയാണ്. അന്നേരം അർച്ചനയൊന്ന് പേടിക്കുന്നു, അവന്തിക ഒന്ന് പേടിച്ചിരിക്കുകയാണ്. അവസാനം ഒന്നും കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളെ ഞാനങ്ങ് കൊല്ലും, കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ചങ്ങ് കൊല്ലും എന്നൊക്കെ പറയുമ്പോൾ അർച്ചനയുടെ വാക്കുകളിൽ അവന്തിക അങ്ങ് പേടിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് അർച്ചന അങ്ങ് ചിരിക്കുന്നുണ്ട്. എന്താ പേടിച്ചു പോയോ എന്നും പറഞ്ഞ് ചോദിക്കുമ്പോൾ നീ വെറുതെ പറഞ്ഞതാണെന്ന് എനിക്കറിയാമെന്ന് അവന്തിക ശ്വാസം വിട്ട് പറയുമ്പോൾ ആര് പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന്? ഞാൻ വെറുതെ ഒന്നും പറഞ്ഞതല്ല, ശരിക്കും നിങ്ങളെ കൊല്ലുക തന്നെ ചെയ്യും. ഇനി എന്നോട് കളിക്കാൻ നിൽക്കല്ലേ, വെറുതെ പോയ എന്നെ വിളിച്ച് തട്ടി വിളിച്ച് എരിയേറ്റിയതല്ലേ, ഇനി മേലാൽ എന്നെ ഇങ്ങനെ സംസാരിക്കാൻ വരരുത് എന്ന് പറഞ്ഞിട്ട് അർച്ചന എങ്ങ് മുകളിലേക്ക് കയറിപ്പോവുകയാണ്. അന്നേരം അർച്ചനയെ വിളിച്ച് സംസാരിച്ചത് അബദ്ധമായി പോയി എന്നുള്ള രീതിയിൽ അവന്തിക നിൽക്കുകയാണ്. ഡോക്ടർ സന്ധ്യ അബ്ദുൽ ഖാദറും ഒക്കെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ എന്ത് തീരുമാനിച്ചാലും സത്യം മാത്രമേ നടക്കുകയുള്ളൂ. പിന്നെ നിങ്ങളെ ആലോചിച്ച് കൂട്ടുന്ന പരിപാടികളൊക്കെ മുടക്കാനായിട്ട് എനിക്കിതാ ഇത്ര സമയം മതി എന്നും പറഞ്ഞിങ്ങനെ വിരൽ ഞൊടിച്ച് കാണിക്കുകയാണ്. അതിന് മുന്നേ അതൊക്കെ കേട്ടങ്ങ് അവന്തിക നന്നായിട്ട് ഭയപ്പെടുന്നുണ്ട്. തുടർന്ന് നെല്ലിശ്ശേരിയിൽ രാത്രി സച്ചിയുടെ റൂമാണ്. സച്ചിയാണെങ്കിൽ ഫയലൊക്കെ നോക്കി കട്ടിലിരിക്കുകയാണ്. അർച്ചനയാണെങ്കിൽ തറയിൽ കിടന്ന് ഉറങ്ങുകയാണ്. തുടർന്ന് സച്ചിയാണെങ്കിൽ ഫയലൊക്കെ നോക്കി കഴിഞ്ഞ ശേഷം അത് ഷെൽഫിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. പെട്ടെന്ന് ഷെൽഫിങ്ങനെ അടച്ച് സച്ചി പെട്ടെന്ന് വീണ്ടും ഷെൽഫ് തുറക്കുമ്പോൾ ആ സാരികളുടെ ഷർട്ടിൻ്റെയൊക്കെ ഇടയിൽ ഒരു ഡയറി ഇരിക്കുന്ന കാണുകയാണ്. അന്നേരം അതെടുക്കുമ്പോൾ അത് അർച്ചനയുടെ ഡയറി ആയിരുന്നു. ഫസ്റ്റ് പേജ് തുറക്കുമ്പോൾ തന്നെ അർച്ചന സച്ചി എന്നിങ്ങനെ ലവ് സിമ്പലിൽ എഴുതിയിട്ട് ഇന്ന് ഞങ്ങളുടെ വിവാഹം ഉറപ്പിച്ചു എന്ന് എഴുതിയിരിക്കുന്നതാണ്. തുടർന്ന് ഡയറി നോക്കുന്നുണ്ട്, കിടക്കുന്ന അർച്ചനയെ നോക്കുകയാണ്. എന്നിട്ട് അർച്ചന ആ വൃന്ദാവനം വീട്ടിലിരുന്ന ഡയറി എഴുതുന്നതായിട്ടൊക്കെ കാണിക്കുകയാണ്. ഇന്ന് ഞങ്ങളുടെ വിവാഹം ഉറപ്പിച്ചു, സച്ചിദാനന്ദൻ എന്നാണ് പേര്, ആളെ കണ്ടില്ല, ഫോട്ടോയെ കണ്ടുള്ളൂ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി, വിവാഹത്തിന് മുന്നേ കാണരുതെന്നാണ് ജ്യോത്സ്യം പറയുന്നത്, പക്ഷേ എനിക്കൊന്ന് കാണണമെന്നുണ്ട്, എനിക്ക് ഞാൻ ആഗ്രഹിച്ച പോലുള്ള ഒരു ജീവിതമായിരിക്കുമോ ദൈവം നിശ്ചയിച്ച് വെച്ചിരിക്കുന്നത്, സച്ചിദാനന്ദൻ നല്ല പേര്, ഞാൻ വിവാഹം കഴിഞ്ഞാൽ എന്തായിരിക്കും വിളിക്കുന്നത്, സച്ചിയേട്ടെന്ന് വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും എല്ലാം ആ ഡയറിയിലങ്ങ് എഴുതിയിരിക്കുകയാണ്. അതെല്ലാം സച്ചി അങ്ങ് വായിക്കുന്നുണ്ട്. ഓരോ വരി വായിക്കും തോറും കിടന്നുറങ്ങുന്ന അർച്ചനയെ നോക്കിയാണ്. ഞാൻ ഉദ്ദേശിച്ച പോലുള്ള വിവാഹ ജീവിതമായിരിക്കുമോ എനിക്ക് തരുന്നത് എന്നതൊക്കെ വായിക്കുമ്പോൾ അങ്ങ് അർച്ചനയെ സങ്കടത്തോടു കൂടി സച്ചി നോക്കുന്നുണ്ട്. എൻ്റെ കുറുമ്പുകളും കുസൃതികളും ഇതെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും ദൈവം എനിക്ക് തരുന്നത് എന്നൊക്കെ അങ്ങ് വ്യക്തമായിട്ട് അത് എഴുതിയിരിക്കുകയാണ്. അങ്ങനെ ഓരോന്നും സച്ചി അങ്ങ് വായിക്കുകയാണ്. എത്രയും ആകുമ്പോൾ ഫസ്റ്റ് അതുവരെ വായിക്കുന്നുള്ളൂ. അത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ ഓരോരോ സംഭവങ്ങൾ അതിൽ നെല്ലിശ്ശേരിയിൽ വന്നതിന് ശേഷവും എല്ലാം അതിൽ എഴുതിയിട്ടുണ്ട്. അതെല്ലാം ഇനി സച്ചി വായിക്കും. അതിൽ അവസാനം ആതിരയുടെയും സന്ദീപിൻ്റെയും വിവാഹം വരെ അതിൽ എഴുതിയിട്ടുണ്ട്. അതൊക്കെ സച്ചി വായിക്കുന്നതാണ്. പ്രൊമോയിൽ കാണിക്കുന്നത് ആതിരയുടെയും സന്ദീപിൻ്റെയും വിവാഹം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടക്കുന്നതൊക്കെയാണ്. ഇനി അത് സ്വപ്നമാണോ അല്ലാതാണോ എന്നറിയില്ല. അതൊക്കെ അടുത്ത എപ്പിസോഡുകൾ. ഓക്കെ, താങ്ക്